എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു റോസാപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിനെ 3നെയും ഇതുപോലെ ഇങ്ങനെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിനെയും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതായത് ഒരു പ്രാവശ്യം മേലെയും ഒരു പ്രാവശ്യം താഴെയായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മടക്ക് നമ്മൾ എപ്പോഴും പേപ്പറിനെ കൊണ്ടൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പം ഇതിൻ്റെ നടുവിലായിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു മെറ്റലിൻ്റെ വയറ് അല്ലെങ്കിൽ നമുക്ക് നൂല്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ മെറ്റലിൻ്റെ വയറാണ് ചുറ്റുന്നത്. ഇനി നമുക്ക് ഈ മടക്കിയതൊക്കെ ഒന്ന് വിടർത്തി എടുത്തിട്ട് നമുക്ക് ഓരോ ലെയറായിട്ട് പതിയെ ഒന്ന് ആ മടക്കിൽ നിന്ന് ഒന്നിങ്ങനെ വിട്ട് എടുക്കണം. എല്ലാ ലെയറും ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്തിട്ട് ചെറുതാക്കാം. ഞാനിപ്പോൾ ഇത്രയും സൈസ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ ഇപ്പോൾ നമ്മൾ കളേർഡ് ടിഷ്യൂ ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് കളേർഡ് ഫ്ലവേഴ്സ് കിട്ടും. ഇതിനൊരു ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഫ്ലവർ ഞാൻ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഫ്ലവറിനെ മൊത്തമായിട്ട് ഈ ഒരു കളറിൽ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് കയ്യിലുള്ളത്, വെള്ളമാണ് പാത്രത്തിലുള്ളത്. അപ്പം കൂടുതലായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല, അത് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൽ പണിയെടുക്കാൻ നിൽക്കുക. ഇതിൽ വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ കളർ മൊത്തമായിട്ട് ആ പൂവിലേക്ക് സ്പ്രെഡായിട്ട് ആ ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കളറാണ് ഫൈനലി നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാൻ ചുമ്മാ കൊണ്ടുപോയി ചെടിയിലൊന്ന് കൊളുത്തി വെച്ചത്. നോക്കി എന്തൊരു ഭംഗിയല്ലേ, നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.